ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാല് അപ്പന് ഞങ്ങക്ക് വീതം കിട്ടിയൊരു വീടും കുറച്ചൊരു 10 സെന്റ് സ്ഥലം വിറ്റു. വിൽക്കേണ്ടി വന്നു. വീഡിയോയുടെ ക്യാപ്ഷൻ: വീട് വിറ്റ് മകനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, പക്ഷെ ഇന്ന് മകൻ കോടികൾ സമ്പാദിക്കുന്നു. നെയിൽ ഷോവനിസ്റ്റ് അല്ലാത്ത കാരണം കുഴപ്പമില്ല. ഒരിക്കലും അല്ല. നെയിൽ ഷോവനിസ്റ്റ് ഒന്നും കാണിച്ചോണ്ടിരുന്നാ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ UK-ല് പ്രൊഡക്റ്റ് ഇറക്കാമെന്ന് സ്വപ്നം കണ്ട ജെയ്സൺ പത്തനംതിട്ടയിലെ ആദ്യത്തെ ഇന്ത്യൻ ടേസ്റ്റിന്റെ ചിപ്സും കാവർത്തും ഒക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അമ്മയുടെ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചെടുത്ത് കൊടുക്കാം. സ്വർണ്ണമല്ലേ മക്കൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും പിന്നെ എന്നെ സ്വർണ്ണമല്ല പിന്നെ സ്വർണ്ണമെല്ലാം കൂടി ഇട്ടോണ്ട് എവിടെ ഇറങ്ങി പോകാനാ? ആ ചേട്ടാ നല്ല സാധനം എന്നൊക്കെ പറഞ്ഞ് അവര് തട്ടി വീടും. കൊള്ളാം, അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കടക്കാരെടുത്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ജെയ്സൺ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ല ജെയ്സ? നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് നമ്മുടെ ഭക്ഷണം എവിടെ പോയാലും കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സും മിക്സറൊക്കെ നമ്മൾ എവിടെ പോയാലും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന പത്തനംതിട്ടക്കാരനും ഇതേ ചരിത്രമാണ് നമ്മളോട് പറയാനുള്ളത്. മലയാളി ഉള്ള എല്ലായിടത്തും തൻ്റെ പ്രൊഡക്ട്സ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് ഇന്ത്യൻ ടേസ്റ്റ്, അതാണ് ബ്രാൻഡിന്റെ പേര്. അതിന്റെ സാരഥി ജെയ്സൺ ജെയിംസിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജെയ്സൺ, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ പിന്നെ ടെൻഷൻ ആയിരുന്നല്ലേ? സെറ്റ്. ഓക്കെ, പത്തനംതിട്ടയിലാണ് സ്വദേശം ഞാൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ എവിടെയാണ്? പത്തനംതിട്ടയിൽ ഓമല്ലൂര് ഊന്നുകൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഊന്നുകലിലാണ്. അതൊരു ചെറിയ ഒരു ഗ്രാമമാണ്. അപ്പനും അമ്മയ്ക്ക് എന്നെ ചെയ്യണു? കൃഷിയൊക്കെയാണ്. പപ്പായിക്ക് കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്, റബ്ബറും കൃഷിയും. പിന്നെ അമ്മ ഞങ്ങൾക്ക് കുറച്ച് ആട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു കൃഷി കുടുംബം. അതെ അതെ, കൃഷി കുടുംബമാണ്. പഠിച്ചതൊക്കെ എന്നായിരുന്നു? പഠിച്ചത് ഞാൻ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. പഠിച്ച കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. എഞ്ചിനീയറായി. എഞ്ചിനീയറായിട്ട് എഞ്ചിനീയർ ആവേണ്ടി വന്നു. ഒരു 6-7 കൊല്ലം പിടിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. 7 കൊല്ലം കൊണ്ട് നമ്മൾ എഞ്ചിനീയറായി. അതെ അതെ അതെ, അതൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പഠിച്ചതാണോ അതോ വീട്ടുകാർക്ക് വേണ്ടി പഠിച്ചാണോ? എഞ്ചിനീയറിംഗ് സ്വന്തം ഇഷ്ടത്തിൽ പഠിച്ചതാ. പിന്നെ അന്നൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ്. ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. ഞാൻ കൂടുതലും ടെക്നിക്കൽ, അതാണ് എൻ്റെ ഒരു മേഖല. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗിലോട്ട് തന്നെ കയറി. പിന്നെ വേറെ ഒന്നിനോടും എനിക്ക് അറിയത്തില്ല. ഇപ്പം എക്കണോമിക്സ് അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കറിയാവുന്നത് മെക്കാനിക്കലായിരുന്നു. പിന്നെ കയറി ചെന്നപ്പോഴാണ് ഇത് നമ്മൾ വിചാരിച്ച സാധനമൊന്നും അല്ല. വണ്ടിയിലെ സ്ക്രൂ മുറുക്കുന്ന പരിപാടിയൊന്നും അല്ല ഇത്. എന്തൊക്കെയോ വലിയ സംഭവമാണ് ഇത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഇയർ ഒക്കെ പോയി. സെക്കൻഡ് ഇയർ വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഇയറിൽ എനിക്ക് അവിടെ വിശ്വേശ്വരയ്യ ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം KTU എന്ന് പറയത്തില്ലേ, KTUവിൻ്റെ റൂൾസ് അന്നേ വിശ്വേശ്വരയിലുണ്ട്. ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. വിശ്വേശ്വരയിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയർ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ 4th ഇയറിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലെ ഒരു പേപ്പർ പോലും കാണരുത്. എനിക്ക് സെക്കൻഡ് ഇയറിലെ ഒരു പേപ്പർ കാരണമാണ് ഞാൻ 4th ഇയർ കയറിയില്ല. 3rd ഇയർ കഴിഞ്ഞ് 4th ഇയറിലോട്ട് കയറിയില്ല. അപ്പം ഒരു ഇയർ അങ്ങ് പോയി കിട്ടി. അത് കഴിഞ്ഞ് ഒരു വർഷം എനിക്ക് അരിയോസ് എല്ലാം തീർക്കാൻ വീണ്ടും ഒരു 6-6.5 കൊല്ലം പിടിച്ചു. മൊത്തം അപ്പനും അമ്മയാണെങ്കിൽ പിള്ളേരൊന്ന് രക്ഷപ്പെട്ടു. അവരും മടുത്തു. പിള്ളേരൊന്ന് രക്ഷപ്പെട്ട് നല്ല നിലയിൽ 4 വർഷം കൊണ്ട് എത്തുമെന്ന് വിചാരിച്ചപ്പോ പഠിക്കാൻ വീട്ടിൽ കുറച്ച് 6 വർഷമായിട്ടും പഠനം തീർക്കണല്ലോ. അയ്യോ, ഞാൻ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ്, എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ തന്നെ പോയി. എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്യുവാണല്ലോ അവിടെ. ഭയങ്കര ചില്ല്, അവിടെ സൂപ്പറാ. ബാംഗ്ലൂർ എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ എനിക്ക് ബാംഗ്ലൂരിൽ തന്നെ സെറ്റിലാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലോട്ടൊക്കെ ഞാൻ വന്നായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ജീവിതം. അറിയാമല്ലോ, പേപ്പേഴ്സ് കൂട്ടുന്ന നേരം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ പോവാ, അവിടെ പോയി ജോലി ചെയ്ത് നോക്കുക. അതാ വേണ്ട, ഇനി എങ്ങോട്ട്, ഇനി നിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് വിടത്തില്ല. ബാംഗ്ലൂർ ഒന്നും വേണ്ട. നീ വേണം പത്തനംതിട്ട വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്തോ, അല്ലെ
അങ്ങനെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്തോട്ട് വന്നു. അങ്ങനെ എറണാകുളത്ത് ആദ്യത്തെ ജോലി ഇവിടെ കൊച്ചിയില നിസാനിലായിരുന്നു സെയിൽസിൽ. അവിടെ ഒരു കൊല്ലം സെയിൽസിൽ ജോലി ചെയ്ത് അവിടുത്തെ കാർ വിറ്റ് ഇറക്കുക ഇതായിരുന്നു എന്റെ. പഠിച്ച പണിയല്ല ചെയ്യണേ. അന്നേരം പഠിച്ച പണിയല്ല, അപ്പോഴും കാർ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ജോലി അതല്ല, സെയിൽസാ. അല്ലല്ല, സ്ക്രൂ വർക്കൊന്നും അല്ല, സെയിൽസാ ജോലി. പഠിച്ച ജോലി ലിറ്ററലി ചെയ്തിട്ടില്ല. പിന്നെ ചെറിയൊരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ ദുബായിൽ പോയി. ദുബായിൽ ചെന്നപ്പോൾ അവിടെ ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡ് MEPയിലെ പർച്ചേസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. MEP അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, വലിയ ജനറേറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അന്നേരം ഞാൻ ടെക്നിക്കലി അല്ല വർക്ക് ചെയ്യുന്നത്, അതൊരു പാർഷ്യലി ഓഫീസ് വർക്കാണ്, ഫുള്ളി ഓഫീസ് വർക്കാണ്. അതിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല ജോലിയായിരുന്നു കേട്ടോ. ഞാൻ 4 കൊല്ലം. അപ്പത്തേക്ക് അപ്പനും അമ്മയും പറഞ്ഞു രക്ഷപ്പെട്ടു. അതെ, രക്ഷപ്പെട്ടു. അത് അതുവരെ ഉണ്ടാക്കിയ ബാധ്യതകളും എല്ലാം ദുബായിൽ ചെന്നിട്ടാണ്. ഒന്ന്, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നോ? എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഇല്ലായിരുന്നു. കാരണം എൻ്റെ കുറച്ച് ഫാമിലിയിലുള്ള എൻ്റെ പപ്പായുടെ ചേച്ചി ഉണ്ടായിരുന്നു, ഞാൻ വെല്ലുമ്മീന്ന് വിളിക്കുന്നത്. പുള്ളിക്കാരിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാ സത്യം പറഞ്ഞാൽ. പുള്ളിക്കാരി ഒരു ടീച്ചറായിരുന്നു, ഗവൺമെന്റ് ടീച്ചറായിരുന്നു. അപ്പം പുള്ളിക്കാരിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാ ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ പഠിച്ചത്. പക്ഷെ ചേട്ടൻ മിടുക്കനായിരുന്നു, ചേട്ടനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചേട്ടന് ഭയങ്കര ചെലവ് കുറവായിരുന്നു ചേട്ടനെ പഠിപ്പിക്കാൻ. നമ്മളെ പഠിപ്പിക്കാൻ കാശ് കുറവാ, അതെ, ഞാൻ ബാംഗ്ലൂർ ജീവിതത്തിനുള്ള കാശ്. അതെ ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാല് അപ്പന് ഞങ്ങക്ക് വീതം കിട്ടിയ ഒരു വീടും കുറച്ചൊരു 10 സെന്റ് സ്ഥലം വിറ്റു. വിൽക്കേണ്ടി വന്നു. വീഡിയോയുടെ ക്യാപ്ഷൻ: വീട് വിറ്റ് മകനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, പക്ഷെ ഇന്ന് മകൻ കോടികൾ സമ്പാദിക്കുന്നു. വീട് അതെല്ലാം വിറ്റ് പിന്നെ ചെറിയ പഴയ വീടായിരുന്നു. അപ്പം വീട് ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പം അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് കുറച്ച് പൈസ എടുത്ത് വീടും പണിതു, പപ്പയുടെ ലോണും തീർത്തു, എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. പഠിച്ചെടുത്തു, പാസ്സായി. കാണിക്കാനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ പണിയൊന്നും എനിക്കറിയത്തില്ല. പണിയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. ഈ ദുബായ് ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ദുബായ് ജീവിതം അടിപൊളിയായിരുന്നു. എവിടെ ചെന്നാലും ഞാനതൊരു വൈബിനങ്ങ് കൊണ്ടുപോകും. അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, 1-2 കൂട്ടുകാരുണ്ടായിരുന്നു. എന്നെ കൊണ്ട് നടന്നങ്ങ് അടിപൊളിയായിരുന്നു. ദുബായ് ജീവിതവും നൈസായിരുന്നു. ദുബായ് ജീവിതത്തിൽ നിന്ന് പിന്നെ വരുന്നത് വിവാഹം കഴിക്കാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഞങ്ങളുടെ ജിസ്ന കൊച്ചിനെ കണ്ടുമുട്ടുന്നത്. അന്നമ്മയ്ക്ക് അറിയാമല്ലോ, ഇന്റിമേറ്റ് അല്ലേ? അതെ, എന്റെ വളരെ ഇന്റിമേറ്റ്, എന്റെ രംഗുവിന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അതിനേക്കാൾ ഉപരി സ്പാർക്കില് ജിസ്നയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടപ്പനയിൽ നിന്നും ഇന്ന് UK-ലെത്തി അവിടെ ഫോർച്യൂവെസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്ന ജിസ്ന എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത വ്യക്തിയുടെ ഭർത്താവാണ് അല്ലേ? അടിപൊളി അല്ല, അത് ഭയങ്കര പ്രൗഡ് അല്ലേ? വൈഫിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ അറിയപ്പെടുക എന്ന് പറയുന്നത്. നെയിൽ ഷോവനിസ്റ്റ് അല്ലാത്ത കാരണം കുഴപ്പമില്ല. ഒരിക്കലും അല്ല. നെയിൽ ഷോവനിസ്റ്റ് ഒന്നും കാണിച്ചോണ്ടിരുന്നാ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോ പിന്നെ UK-ക്ക് പോകുന്നത് ആക്ച്വലി അപ്പോ ജിസ്നയുടെ കൂടെ കല്യാണത്തിന് ശേഷം പോകുന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാ പോകുന്നത്. 4-5 മാസം എടുത്തു. അപ്പം കല്യാണത്തിന് മുന്നേ എനിക്ക് ഇപ്പൊ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. കല്യാണത്തിന് മുന്നേ തന്നെ അതൊരു മെർച്ചന്റ് എക്സ്പോർട്ടിംഗ് കമ്പനി ആയിട്ടാ സ്റ്റാർട്ട് ചെയ്തത്. എക്സ്പോർട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തേ ഇല്ലില്ല, അന്നേരം ഒന്നും ഇന്ത്യൻ ടേസ്റ്റ് പിക്ചറിലേ ഇല്ല കേട്ടോ. ഇന്ത്യൻ ടേസ്റ്റ് ആ സമയത്തൊന്നും പിക്ചറിലേ ഇല്ല. ഇന്ത്യൻ ടേസ്റ്റ് ഞാൻ ഈ കോളേജിൽ ഈറൗട്ട് അടിച്ചിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, എൻ്റെ കൂടെ അതേപോലെ ഈറൗട്ട് അടിച്ചിരുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു എൻ്റെ ഇപ്പോഴും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം അതിലൊരാളുണ്ടായിരുന്നു, ഫർഹാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അന്നൊന്നും എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ ബിസിനസ് ഒന്നും ചെയ്യാറേ ഇല്ല, എൻ്റെ അറിവിലില്ല. എല്ലാം ഗൾഫ്, അങ്ങനെ എല്ലാം പ്രവാസികളാണ്. പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ജോലി ചെയ്യുക, വെളിയിൽ പോവുക, ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, ജീവിക്കുക. ഇതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ്. അതെ, എല്ലാം പഠിക്കുന്നത് ഡോക്ടർ, നേഴ്സ്, എഞ്ചിനീയർ, ഇങ്ങനെയൊക്കെ എല്ലാവരും പഠിക്കുന്നത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്ന ബിസിനസ് ഇല്ല ഞങ്ങളുടെ ഏരിയയിൽ. ആകെ ചുരുക്കം കുറച്ച് ഒരു
ഒരു 5% പോലും ഇല്ല ആൾക്കാർക്ക് ബിസിനസ് ഇല്ല. പിന്നെ ചെറുകിട ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അല്ലാതെ എക്സ്പോർട്ട് ഒരു കമ്പനി പത്തനംതിട്ട ജില്ലയിലുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് സത്യമായിട്ട്. പക്ഷെ എല്ലാവരും അത്യാവശ്യം പൈസ ഉള്ളവരാ, കാരണം എല്ലാം പ്രവാസികളാണ് കൂടുതലും. അങ്ങനത്തെ ആൾക്കാർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഒരു ചുവടുപ്പ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഐ മീൻ അന്നേരം തുടങ്ങിയിട്ടൊന്നുമില്ല, ചിന്തിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാ ഫർഹാൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്ന. അതല്ലേ എല്ലാവർക്കും കാണും തട്ടുകട തുടങ്ങാന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. അതെ 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 അതെ. ഫർഹാന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാദർ എല്ലാം ബിസിനസ്സാണ്. അപ്പം പുള്ളിക്ക് ഒരു ഇൻബോൺ ഇതുണ്ട്, ബിസിനസ് മതി എന്നുള്ള. പുള്ളി പഠിക്കുന്നത് CS ആണ് പുള്ളി പഠിച്ചത്. പക്ഷെ പുള്ളി CS-ലൊന്നും ജോലി ചെയ്തിട്ടില്ല. അന്ന് മുതലേ ബിസിനസ്സിലോട്ടാണ് പുള്ളി, തുടക്കം മുതലേ ബിസിനസ് മതി എന്നുള്ള ഒരു ഇത്. അപ്പം ആദ്യമായിട്ട് ലോജിസ്റ്റിക്സ്, എക്സ്പോർട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലോജിസ്റ്റിക്സ് എന്ന് അറിയാമല്ലോ. ലോജിസ്റ്റിക്സ് എന്നുള്ള ഒരു പേര് കേൾക്കുന്നത് ആദ്യമായിട്ട് അവൻ്റെ കയ്യിൽ നിന്നാണ്. അതായത് അവൻ ഓൾറെഡി പഠിത്തം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഉടനെ അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ദുബായി പോവാണ്, അവർ ലോജിസ്റ്റിക്സ് കമ്പനി അവർ ഇൻവെസ്റ്റ് ചെയ്തു, അവിടെ വർക്ക് ചെയ്യാൻ പോവാണ്. അതാണ് അവൻ്റെ ഫ്യൂച്ചർ. ലോജിസ്റ്റിക്സ് ഞാൻ വിചാരിച്ചത് ഇവന് CS അല്ലേ, ലോജിസ്റ്റിക്സ് എല്ലാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെന്ന് ആദ്യം ഓർത്തേ. പിന്നെ മനസ്സിലായത് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്താണ്, എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിട്ടാണോ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ അന്ന് വൈകുന്നേരം ഒരു ബീറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് മെയിൻ ചർച്ച. ഇതാണ് നമ്മളെവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫർഹാൻ മാത്രം ബിസിനസ്. അപ്പം ഒരു വിത്ത് പാകിയിട്ടത് ഫർഹാൻ ഒരു വിത്ത് പാകിയിട്ടത്. കാരണം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ആർക്കും ബിസിനസ് ഇല്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും ബിസിനസ് ഇല്ല, ആരും തന്നെ ബിസിനസ് ചെയ്യുന്നില്ല, എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തുടങ്ങി വെച്ചത്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ആശയമായിരുന്നു, ഇങ്ങനൊരു എക്സ്പോർട്ട് കമ്പനി തുടങ്ങണം, ഇതാ നമുക്കിതൊന്ന് നോക്കാം എന്താണ്. അന്നേരം ഒരു പ്ലാനും ഇല്ല, ഒരു കൊമോഡിറ്റി ഇന്ന കൊമോഡിറ്റി എക്സ്പോർട്ട് ചെയ്യണമെന്നൊന്നും അന്ന് ഒരു പ്ലാനും ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ദുബായി പോയത് വേറെ ടേണിംഗ് പോയിന്റ് ആയിപ്പോയി. അപ്പം ഈ പഠിത്തം കഴിഞ്ഞിട്ട് നിസാനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു വീണ്ടും പഴയതുപോലെ അങ്ങായി, ഒരു ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു ലെവലിലോട്ട് അങ്ങ് മാറി. ദുബായ് ചെന്നപ്പോൾ വേറൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എന്നെ ദുബായ് കൊണ്ടുപോകുന്നതും ഈ ഫർഹാൻ. എന്നെ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് കേട്ടോ. എന്നെ വിസിറ്റിംഗ് വിസയിൽ പുള്ളിയുടെ ചെലവിൽ എന്നെ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടുന്നിടം വരെ നോക്കിയത്, ശരിക്കും നോക്കിയത് അവനായിരുന്നു. കാരണം നമ്മൾ അത്രയും പ്രായം 24 വയസ്സൊക്കെ ആയി. അപ്പം സമയമാകുമ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് ദറംസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവനാ പെട്ടിരിക്കുക. അപ്പം ഇവനാണ് നോക്കിയതെല്ലാം. ആ സമയത്ത് ഇവന്റെ കമ്പനിയിലെല്ലാം ഞാൻ പോകുന്നുണ്ട്, ലോജിസ്റ്റിക്സ് കമ്പനിയിലെല്ലാം പോകുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ചെന്ന് വർക്ക് ചെയ്ത കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവിടെ അവർക്ക് വേണ്ട സാധനങ്ങൾ, അതായത് മെഷീനറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടി. പിന്നെ എൻ്റെ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കുറേ അറിവുകളൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി ഒരു കമ്പനിയുടെ ഒരു പ്രൊസീജിയർ ഏകദേശം എന്തൊക്കെയാണ്. അക്കൗണ്ട്സ്, പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് എന്ന് പറയുന്ന ഒരു ടീമാണ്, എസ്റ്റിമേഷൻ ഇടുന്നത് വേറൊരു ടീമാണ്, അങ്ങനെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന വേറൊരു ടീമാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട്, അപ്പം നമുക്ക് റിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, PF. എനിക്കൊരു 2.5 ലക്ഷം രൂപ സംതിങ് എന്തോ എനിക്ക് കിട്ടി. അപ്പം അന്ന് അത്ര വലിയ സാലറി ഒന്നുമില്ല, സാലറി ബേസ് ചെയ്തുള്ള ഒരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിൽ ഇവിടെ വന്ന് എനിക്ക് കല്യാണം നടത്തണം. കല്യാണം കഴിക്കാനാണല്ലോ വന്നത്. കല്യാണം കഴിച്ചിട്ട് UK പോവാണല്ലോ, അതുകൊണ്ട് ആ ജോലി റിസൈൻ ചെയ്തു. കാരണം വൈഫ് ഓൾറെഡി UK-ലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനൊരു തനി പത്തനംതിട്ടക്കാരനാകാൻ പോവാണല്ലോ. ഇതുപോലെ ആ ഫണ്ടിൽ നിന്ന് ഒരു കമ്പനി രജിസ്ട്രേഷൻ എല്ലാം അപ്പോഴത്തേക്ക് കുറേയൊക്കെ ഞാൻ പഠിച്ചു. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണം, പ്രൈവറ്റ് എക്സ്പോർട്ടാണ് നമ്മൾ ചെയ്യാൻ പോണ, GST വേണം, പിന്നെ ഫുഡിൻ്റെ ഇത് ചെയ്യണമെങ്കിൽ FSI വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് ഒരു 40,000 സംതിങ് എന്തോ എനിക്ക് രജിസ്ട്രേഷനും എല്ലാം കൂടെ ആയി. കോസ്റ്റ് 40,000-45,000 സംതിങ് എന്തോ എനിക്ക് രജിസ്ട്രേഷന്. ഒരു 50,000 ആയി എന്ന് വെച്ചോ. ഒരു വിർച്വൽ ഓഫീസ് എടുത്തു, എറണാകുളത്ത് ഒരു വിർച്വൽ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കി എമൗണ്ട് കൊണ്ട് കല്യാണം നടത്തി. ബാക്കി എമൗണ്ട് അല്ല, പിന്നെ കുറച്ച് ലോൺ എടുത്തു,
അങ്ങനെയൊക്കെ കല്യാണമൊക്കെ മലയാളികൾ ചെയ്യണ പോലെ കട മേടിച്ച് ലോൺ എടുത്തും കല്യാണം നടത്തി. ഇത്ര എമൗണ്ട് കൊണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഇനീഷ്യേറ്റീവ് ഒക്കെയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തുള്ളൂ. മെർച്ചന്റ് എക്സ്പോർട്ടിംഗ് ആണ്. ലൈസൻസ് ഒക്കെ എടുത്തു. ലൈസൻസ് എല്ലാം എടുത്തു. എല്ലാം അത് ആദ്യം തന്നെ IC എല്ലാം ഉണ്ട് എനിക്ക്. എല്ലാം കാണിക്കാൻ എല്ലാം ഉണ്ട്. വിർച്വൽ ഓഫീസ്, അതും കൊച്ചിയില് എല്ലാം ഉണ്ട്. അപ്പം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് സാധനവും എക്സ്പോർട്ട് ചെയ്യും. എന്ത് സാധനം അവിടെ എക്സ്പോർട്ട് ചെയ്യും. എന്ത് സാധനം എക്സ്പോർട്ട് ചെയ്യും എന്നുള്ളതിലാണ് ഞാൻ പെട്ടത്. അപ്പം ഫുഡ് വേണോ, പിന്നെ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നോക്കി. പിന്നെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കി. അപ്പോൾ ഒരു B2B വെബ്സൈറ്റ് ഇല്ല, ഇന്ത്യ മാർട്ടൊക്കെ പോലത്തെ വെബ്സൈറ്റ്, അതിലൊക്കെ രജിസ്റ്റർ ചെയ്തു. അതെന്തോ 15,000 എന്തോ അന്ന് 3 മാസം കൂടുമ്പോൾ 15,000 അങ്ങനെ എന്തോ കൊടുക്കും. ലീഡ്സ് ഒക്കെ കിട്ടും. പക്ഷേ ഈ ലീഡ്സിനെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. ലീഡ്സ് ഒക്കെ വരുന്നുണ്ട്, അതായത് എവിടുന്നൊക്കെയോ വരുന്നുണ്ട്. UK വരുന്നുണ്ട്, GCC കൺട്രീസ് വരുന്നുണ്ട്. ഇതിനെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് കൂടുതലും വരുന്നത് ഫുഡ് സംബന്ധമായിട്ടുള്ള ലീഡ്സാണ് വരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോൺഫറൻസിന് പോയി. അപ്പത്തേക്കും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം സമയം വന്നല്ലോ. ഞാൻ UK പോവാതെ ഞാൻ ഇവിടെ നിന്നു. ഒരു ഈ കമ്പനി ഉണ്ട്, പിന്നെ വിസ കിട്ടാൻ അതൊരു സമയത്തൊക്കെ ഒരു 6 മാസത്തോളം അവിടെ നിന്നു. ഈ സമയത്തിന് ഞാൻ ഒരു കോൺഫറൻസ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കോൺഫറൻസിന് പോയപ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെട്ടു. ടിനു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ടിനു എനിക്ക് വേറൊരാൾ, സിറിൽ അങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സിറിൽ അങ്കിളിനെ കോതമംഗലത്ത് പുള്ളിക്ക് ഒരു ഫ്രോസൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അവിടെ പോയി അദ്ദേഹം എനിക്ക് ഒരു നല്ലൊരു മെൻറ്ററായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം ഞാൻ പുള്ളിയെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രോസൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ UK പോയി. അപ്പം അന്നേ ആ ശ്രീലങ്ക എന്നോട് പറയുന്നുണ്ട്, ഫ്രോസൺ പ്രൊഡക്ട്സിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് UK ലാണ്, യൂറോപ്യൻ കൺട്രീസാണ്. UK, നമ്മുടെ GCCയിലൊന്നും അതൊന്നും അത്രയും പോകത്തില്ല. അതേപോലെ ഇന്ത്യയിൽ വേണ്ട ആർക്കും. ഇന്ത്യയിലല്ല, ഐ മീൻ ഞങ്ങളുടെ കേരളത്തിൽ കുറവാ, ബാക്കി എനിക്കറിയത്തില്ല. കേരളത്തിലൊക്കെ കുറവാ. UK ചെന്നപ്പോൾ മലയാളികള് വളരെ കുറച്ച് കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ ഫ്രോസൺ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഇംഗ്ലീഷുകാർ മൊത്തം ഫ്രോസൺ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ണിൽ തെളിയാണ്. ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പം മെർച്ചന്റ് എക്സ്പോർട്ടിംഗ് ആയി. അപ്പം എനിക്ക് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല അന്നേരം. എൻ്റെ ലേബലിൽ ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഒന്നും അന്നേരം ഇല്ല. അപ്പം ഞാൻ അവിടെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാം വിളിച്ചു പറഞ്ഞു. ഒരുപാട് പേരെ വിളിച്ചു. UK ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചു, ഓസ്ട്രേലിയയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചു, കാനഡ, എല്ലായിടത്തും വിളിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള മലയാളികളുള്ള ഏരിയയിലെല്ലാം വിളിച്ചു തുടങ്ങി. ഈ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഉള്ളതിലൊന്ന് ആളാകുക എന്നുള്ള. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കും. ചിലപ്പോൾ ഒരു ഓഫീസ് പോലും കാണത്തില്ല, എന്നാലും അങ്ങ് ആളാകും. അങ്ങനെ കുറച്ച് ഇൻസൾട്ടൊക്കെ കിട്ടി. നീ ആദ്യം പ്രൊഡക്റ്റൊക്കെ പഠിച്ചിട്ട് വാ. ഞാനൊരു മെർച്ചൻ്റ് എക്സ്പോർട്ടറാണ് ശരിക്കും. അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എത്തിച്ചു കൊടുക്കുക ശരി. അപ്പം എനിക്ക് ശരിക്കും കിട്ടേണ്ടത് അവരുടെ ഡീറ്റെയിൽസാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റഡ് കോക്കനട്ട് എത്ര സാമ്പിളിൽ, ഇപ്പോൾ ഓരോ കൺട്രീസിൽ ഓരോ സ്റ്റാൻഡേർഡാണ്. ഓസ്ട്രേലിയയിൽ ചിലപ്പോൾ 500 ഗ്രാം ആയിരിക്കും ഒരു പാക്കറ്റ്, അല്ലെ അത് GCC വരുമ്പോൾ ചിലപ്പോൾ 200 ഗ്രാം ആയിരിക്കും ഒരു പാക്കറ്റ്. ഇതെനിക്ക് അറിയണമെന്ന് നിർബന്ധമില്ല, അവരാണ് എനിക്ക് ഡീറ്റെയിൽസ് തരേണ്ടത്. അപ്പോൾ പുള്ളി ഒരു ദിവസം ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് ചോദിച്ചു, ഗ്രേറ്റഡ് കോക്കനട്ട് എത്ര ഗ്രാം ആണെന്നറിയാം? പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പം പെട്ടെന്ന് കോളിലാണല്ലോ, എനിക്ക് പെട്ടെന്ന് ഗൂഗിളൊന്നും തപ്പാനുള്ള സമയമൊന്നുമില്ല. പറഞ്ഞു എനിക്കറിയത്തില്ല. മോനെ നീ ആദ്യം പോയി ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ, അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യാം. ഇതൊന്നും നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു. അതാണ്. അത് കഴിഞ്ഞ് UK വേറൊരു കമ്പനി ഇതേപോലെ തന്നെ. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് നോളജിൽ ഞാൻ 0. എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 0. എക്സ്പീരിയൻസ് ഉണ്ടോ? 0. UK കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, ഇപ്പോഴും ഉണ്ട്, വലിയ കമ്പനിയാണ്. അതിലെ ഓണർ ഇതേപോലെ ഒരു എനിക്ക് മനസ്സിലായി. എനിക്ക് എന്നോട് തന്നെ ഞാനിപ്പം ജിസ്നയോടൊക്കെ പറയാറുണ്ട്, വൈഫിനോട് പറയാറുണ്ട്, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഒന്നെങ്കിൽ സ്ട്രീം മാറ്റണം, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അന്നേരം തന്നെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു ബ്രാൻഡ്, ഇങ്ങനൊരു ആശയം എങ്ങനെയൊക്കെയോ അത് വന്നു.
കാരണം ഒരുപാട് കമ്പനികൾ അന്നേരം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ രാവിലെ ഭാഗം നോക്കി ഇറങ്ങുവാണല്ലോ. അതെ, ഒരുപാട് കമ്പനികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു ബ്രാൻഡ് ഇട്ടാലോ എന്നുള്ള ഒരു ജിസ്നയാണ് മോട്ടിവേറ്റ് ചെയ്തത്. ജിസ്ന പുള്ളിക്കാരി അങ്ങനെ ഇച്ചിരി കൂടുതലാ. ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ ഒക്കെ ഭാര്യയുടെ അടുത്തുനിന്നായിരിക്കും കിട്ടുന്നത്. ആണ് അത് പുള്ളിക്കാരിക്ക് ഇച്ചിരി എടുത്തിയാട്ടം ഭയങ്കര കൂടുതലാ. എപ്പോഴും എടുത്തിയാട്ടം ഇച്ചിരി കൂടുതലാ. ആ വീഡിയോ, ജിസ്നയുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമല്ലോ. കമ്പനി തുടങ്ങുന്നു നിർത്തുന്നു, കമ്പനി തുടങ്ങുന്നു നിർത്തുന്നു. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 6ാമത്തെ ബ്രാൻഡ് ആയിരിക്കും ജിസ്ന സെറ്റ് ആക്കി എടുത്തത് അല്ലേ? ആണ് അത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 2016-17 സംതിങ്ങിൽ കാലഘട്ടം മുതൽ പുള്ളിക്കാരി ബിസിനസ് ചെയ്ത് ഇങ്ങനെ അത് വേണം, അത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നിരുന്ന് 2022-23 ആകുമ്പോഴാണ് ഒന്ന് സക്സസ് ആവുന്ന. സത്യം പറഞ്ഞാൽ അത്രയും നാൾ ഓടിച്ചോണ്ട് പോയി കേട്ടോ. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന്റെയും ഒരു ഈഗോയുടെയും ഒരു കാരണം ഇത്രയും ഒക്കെ നമ്മൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ മെന്റലി അങ്ങ് ഡിപ്രസ്ഡ് ഡൗൺ ആവുക. അപ്പം ഡൗൺ ആകുമ്പോൾ അങ്ങനെ ഒരു ഈഗോ തന്നെയായിരുന്നു കേട്ടോ. ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യൻ ടേസ്റ്റ് എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലായി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മൊത്തത്തിലുള്ള ഒരു ടോണ് മനസ്സിലായി. അതായത് വെൽ നോൺ ബ്രാൻഡ്സിന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ആണ് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഡബിൾ ഹോഴ്സ്, ഇങ്ങനെയുള്ള കമ്പനികൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങോട്ട് വന്ന് എനിക്ക് ഈ ബ്രാൻഡ് തരണം, പിടിച്ചു പറയാണ്. എനിക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. ഈ ഒരു ഇതെനിക്ക് മനസ്സിലായി. ഈ ഒരു രീതി എനിക്ക് മനസ്സിലായപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈസ്റ്റേണും ഡബിൾ ഹോഴ്സ് ഒക്കെ പോലെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യും. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് നോളജ് കിട്ടും. നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യുമല്ലേ. അപ്പം അങ്ങനെയാണ് ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിൽ കൊച്ചിയാ, എന്തായാലും വിർച്വൽ ഓഫീസ് കൊച്ചിയാ. നമുക്കങ്ങനെ നല്ല ഓഫീസോ ഒന്നുമില്ല. വീടിൻ്റെ ഒരു ചെറിയൊരു സ്പേസിൽ ഒരു സ്റ്റാഫിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ഏത് വർഷം? 2022 ലാസ്റ്റ്, 22-23 ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ആ പുള്ളി ഇപ്പൊ ഇല്ല കേട്ടോ. അപ്പത്തേക്ക് നമ്മൾ ഫുഡൊക്കെ വേണമെന്ന് തീരുമാനിച്ചു. ഫുഡ് തന്നെയാണെന്ന് അങ്ങ് തീരുമാനിച്ചു. കാരണം ആ ഒരു വന്ന വഴിയെല്ലാം ഫുഡുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഫുഡിൽ അങ്ങ് സ്റ്റിക്കായി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കയറിയിട്ട് ഹോൾസെയിലായിട്ട് എന്ത് പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് നോക്കി. പുട്ടുപൊടി നോക്കി, അരി നോക്കി, കുറേ പ്രൊഡക്ട്സ്, മസാലാസ് നോക്കി. എങ്ങനെ സ്റ്റിക്ക് ചെയ്തത് ഇതിൽ ഫ്രൈഡ് സ്നാക്സ്, ചിപ്സ്, മിക്സ്ചർ, പർബറി ഐറ്റംസ് ഇതിൽ സ്റ്റിക്ക് ചെയ്തു. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നിഖിൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊല്ലത്ത് പോയി ഒരു കമ്പനി പോയി ഞങ്ങൾ സംസാരിച്ചു. ഇത്ര % പ്രോഫിറ്റ്, അത് ഇത് എന്നെല്ലാം സംസാരിച്ച് അവരുടെ പ്രൊഡക്ട്സ് ഞങ്ങൾ എടുത്തിട്ട് അപ്പം അന്നേരം ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ കവർ അവർക്ക് കൊടുത്താൽ മതി. കവർ അവർക്ക് കൊടുത്തിട്ട് അവർ തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി വൈറ്റ് ലേബലിംഗ് ചെയ്യാം, എല്ലാം റെഡിയാക്കി അവിടെ വെക്കും. ഞങ്ങളത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. കൊല്ലത്തുനിന്ന് പ്രൊഡക്റ്റ് എടുത്തു. അപ്പം നമുക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല, റീപാക്കിംഗ് ഫെസിലിറ്റി ഇല്ല. ചെറിയൊരു റൂമിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ. ഒരു ചെറിയൊരു വണ്ടി എടുത്തു, ഈക്കോ എന്ന് പറയുന്ന ഒരു ചെറിയ വണ്ടി എടുത്തിട്ട് ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മൾ ഞാൻ യു കെയില ഞാൻ നാട്ടിൽ വന്ന ഒരു ലീവിന് വന്ന സമയത്താണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ച് UK നിന്ന് തന്നെ ഞാൻ റിക്രൂട്ട് ചെയ്ത്, ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ ഈ സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എൻ്റെ പപ്പായും മമ്മിയും, കാരണം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവർക്കൊരു ആക്സസ് ഉണ്ടായിരുന്നു. പപ്പായും മമ്മിയും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ചേട്ടനും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ചേട്ടൻ ഓൾറെഡി ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്ക് കുറച്ചൊക്കെ ഒരു ഫുഡുമായിട്ടൊരു ഇതുണ്ടായിരുന്നു. AK ഫ്ലൈവേഴ്സ് ആൻഡ് ഓട്ടോമാറ്റിക് ഫ്ലൈവേഴ്സ് എന്ന് പറഞ്ഞ പെരുമ്പാവൂരുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടനോട് ഇൻവോൾവ് ചെയ്ത്, ഇടയ്ക്ക് പാർഷ്യലി ഇൻവോൾവ് ചെയ്ത് പുള്ളി ഞങ്ങൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഞങ്ങൾ പത്തനംതിട്ടയിൽ മാർക്കറ്റിൽ ഇറക്കി. അങ്ങനെ UK പ്രൊഡക്റ്റ് ഇറക്കാമെന്ന് സ്വപ്നം കണ്ട ജെയ്സൺ പത്തനംതിട്ടയിൽ ആദ്യത്തെ ഇന്ത്യൻ ടേസ്റ്റിന്റെ ചിപ്സും കവർത്തും ഒക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ഇതും കൊണ്ട് ചെന്നപ്പോൾ തന്നെ ആൾക്കാർ സ്വീകരിച്ചു. പ്രൊഡക്റ്റ് നൈസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യം വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് ഞങ്ങളുടെ കവറ്
ഞാൻ തന്നെയായിരുന്നു ഡിസൈൻ ചെയ്തത്. സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാകും, അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര ഫെയിലർ ആയിരുന്നു, ഭയങ്കര ഫെയിലർ. കാരണം ഒരു ഷെൽഫിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടേസ്റ്റിന് ആരുടെയും കണ്ണിൽ പെടത്തില്ല. അട്രാക്ട് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ അല്ലാത്തവർ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു എല്ലാ പോരായ്മകളും അതിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3.5 ലക്ഷം രൂപ അവിടെ പോയി കിട്ടി. കവർ അടിച്ചല്ലോ, കവർ അടിച്ചു 3.5 ലക്ഷം രൂപ പോയി കിട്ടി. അപ്പോൾ നമ്മൾ 3.5 ലക്ഷം രൂപയ്ക്ക് കവർ അടിച്ച് വെച്ചേക്കുവാ? കവർ അടിച്ച് വെച്ചേക്കുക. ഏകദേശം ഒരു 1.5-2 കൊല്ലം എടുത്തു ആ കവർ തീരാൻ തന്നെ. അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ ഫെയിലിയർ. കാര്യമുണ്ട്, നമുക്ക് അത്രയും വിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിലാണ് ആദ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. തൊട്ട് പുറകെ ഒരു വണ്ടി എടുത്തല്ലോ, ഒരു നമ്മുടെ പറക്കും തളിക പോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതൊരു 2 മാസം 3 മാസത്തിനുള്ളിൽ ആ വണ്ടി പണി മുടക്കി. പിന്നെ റൂട്ട് നിന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഒരു പുതിയൊരു വണ്ടി എടുക്കേണ്ടി വന്നു. വീണ്ടും ഒരു ഈക്കോ എടുത്ത്. ഇദ്ദേഹം തന്നെ ഈ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഉള്ള, ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം അത് പുള്ളി ഇതുപോലെ ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, പൈസ ഒന്നും വരുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും വണ്ടി പോകുന്നുണ്ട്, പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. റൂട്ട് സൈഡിന് പോകാൻ സോഫ്റ്റ്വെയർ ഒന്നും എനിക്കറിയത്തില്ല. വണ്ടിക്കകത്ത് ക്യാമറ ഇല്ല, GPS ഇല്ല, ഒന്നുമില്ല. ഇദ്ദേഹം പറ്റിക്കുമായിരുന്നു. അത് ആയിരുന്നു. അപ്പം നവംബർ ഒക്കെ ഏകദേശം ഒരു നവംബർ ആ ഒരു സമയം വരെ ഞാൻ ഓടിച്ചുകൊണ്ട് പോയി കേട്ടോ. ഒരു കൊല്ലം ഏകദേശം കൊണ്ടുപോയി. ഒക്ടോബർ നവംബർ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ജിസ്ന അച്ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ജിസ്ന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടേ. ജിസ്ന എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻവോൾവ് ആകണം. അച്ചാച്ചൻ ഓൾറെഡി പാർട്ട്ണർ ആകട്ടോ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 ഷെയർ വേണം. അപ്പം പുള്ളി അറിഞ്ഞോ അറിയാതെ പുള്ളി ഇതിൻ്റെ അകത്തൊരു 50% ഷെയർ ഹോൾഡറുമാണ്. ഞാനാണ് അടുത്ത 50% ഷെയർ ഹോൾഡർ. അപ്പം പുള്ളിയുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നു. പുള്ളിക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ഇന്ത്യൻ ഡേയ്സിലോട്ട് വന്നു. അവിടെ മുതലാണ് ഇന്ത്യൻ ഡേയ്സ് ഒരു ട്രാക്കിലായത്, അതായത് ഞങ്ങളുടെ കയ്യിലായത്. ഇന്ത്യൻ ഡേയ്സ് ഒരു മാസത്തിനുള്ളിൽ പുള്ളിയെ പറഞ്ഞു വേണ്ടി വന്നു. അറൗണ്ട് ഒരു കണക്കിൽ പെട്ടത്. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു, വ്യാപാരം എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ കൊണ്ടുവന്നു. ഒരു മാസത്തിനുള്ളിൽ പുള്ളി പറഞ്ഞു ഏകദേശം 75,000 രൂപയുടെ ലോസ്. ഫണ്ടെല്ലാം ഞങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിനു മുമ്പ് എത്ര രൂപ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതായത് ജിപേ പേയ്മെന്റ് വരുമല്ലോ, ജിപേ പേയ്മെന്റ് വരുന്നത് പുള്ളിയുടെ ജിപേയിലോട്ട് അങ്ങ് വാങ്ങി. ഒരു ക്യാഷ് ആയിട്ട് കിട്ടുന്നത് മാത്രം പുള്ളി കൊണ്ടുവരും. അതും കുറച്ച് കൊണ്ടുവരും, ഇങ്ങനെ അങ്ങ് പോയി. സ്റ്റോക്ക് മാനേജ്മെന്റ് ഇല്ല, പിന്നെ സെയില് ട്രാക്ക് ചെയ്യുന്നില്ല, വേറെ ആരും ഇല്ലല്ലോ. പപ്പായും മമ്മിയാണ് പിന്നുള്ള ഒന്നും നോക്കുന്നത്. അവർക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, എടുത്ത് വണ്ടിക്കകത്തോട്ട് കയറ്റാനും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഇത്ര തന്നെ ഉള്ളൂ. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് ഇതൊരു ട്രാക്കിലായത്. സിസ്റ്റമായി ഒരു എംപ്ലോയിയോടായി. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ വേറെ ആളെടുത്ത് നമ്മുടെ ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയപ്പോ നമുക്ക് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ക്വാളിറ്റി എൻഷുർ ചെയ്തു? അതാണ് ഞങ്ങൾ ഒരുപാടടുത്ത് പോയി ചെക്ക് ചെയ്തിട്ടാണ് ഈ കൊല്ലത്തുള്ള കമ്പനി ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതും അവരുടെ ഫെസിലിറ്റീസും കണ്ടിട്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്തത്. എവിടെയെങ്കിലും പോയി നമുക്ക് വാങ്ങിക്കാം, മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ പോയി നമുക്ക് വാങ്ങിക്കാം, അങ്ങനെയല്ല വാങ്ങിച്ചത്. അതുകൊണ്ട് ആ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ഡിമാൻഡ് അങ്ങോട്ട് വെച്ചു. അതായത് റീയൂസ് ചെയ്ത ഓയിൽ യൂസ് ചെയ്യരുത്, സൈഡ് പ്രോഡക്ട്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അതെല്ലാം അവർ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലാതെ പോയി. അങ്ങനെയായിരുന്നു ഞങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഇറങ്ങിയ ഏത് ബ്രാൻഡിനെക്കാട്ടിലും പ്രൊഡക്റ്റ് അടിപൊളിയാണ്. പക്ഷേ അപ്പിയറൻസ് ഭയങ്കര മോശമായിരുന്നു. അപ്പിയറൻസും സർവീസും ഭയങ്കര മോശമായിരുന്നു. കാരണം ഈ എംപ്ലോയി, എൻ്റെ ആദ്യത്തെ സ്റ്റാഫ് എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് ഒന്നും നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല. അത് അങ്ങനെ കുറച്ച് പോയി. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് അതൊരു ട്രാക്കിലായി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു ബ്രാൻഡ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതായിട്ടും കാര്യമില്ല, ഇതിന്റെ കാണാനുള്ള ഭംഗിയും പ്രസന്റബിൾ ആയിരിക്കണം എന്നൊക്കെ ആ സമയത്ത് മനസ്സിലായി. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്താണ് ഇന്ത്യൻ ടേസ്റ്റ് വളർന്നു വന്നത്. കാരണം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ബിസിനസ്സുമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല.
എന്നോ കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന്റെ മോട്ടിവേഷനിൽ കയറി തുടങ്ങിയ കമ്പനി ആയത്. അതിനെ വളർത്തിയെടുക്കാനേ എടുത്തിയാട്ടക്കാരിയായി ഒരു ഭാര്യയുണ്ടായിരുന്നു. ഈഗോ ഇതെല്ലാം വെച്ച് ഇതിന്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തുടങ്ങിയത് കമ്പനി എക്സ്പോർട്ട് ചെയ്യാനാണല്ലോ. എക്സ്പോർട്ട് ചെയ്യുക, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ജെയ്സൺ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് പ്ലാൻ. പിന്നെ എന്തുകൊണ്ട് ഈ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് നാട്ടിൽ തന്നെ വിറ്റു? കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കുറെ പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അത് എല്ലാം ഫെയിലായി. ഏകദേശം ഒരു കുറേ മാസം എടുത്തിട്ട് ഒരു ഓർഡറും അങ്ങോട്ട്, ഒന്നെങ്കിൽ അത് എൻ്റെ പ്രശ്നമായിരിക്കാം, കഴിവുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്നേ അത് വർക്കൗട്ട് ചെയ്തെടുത്തേനെ. പക്ഷേ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും ഇതിലോട്ട് അതായത് സെയിൽ ആകുന്നില്ല, അതായത് എക്സ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഈ ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ ഒരു വെൽ നോൺ ബ്രാൻഡ് ആക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം. അതാണ് നാട്ടിൽ തന്നെ ചെയ്യാൻ തീരുമാനം. നാട്ടിൽ തന്നെ ചെയ്യാം. അതായത് നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അങ്ങനെയാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം മധ്യ കേരളം മൊത്തം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് അയച്ചോ? പുറത്തോട്ട് അയച്ചു. GCC കൺട്രീസും യൂറോപ്യൻ കൺട്രീസ്, UK, മാൾട്ട, ഇവിടെല്ലാം നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, അടിപൊളി. അത് ഫ്രൈഡ് സ്നാക്സ് മാത്രമല്ല, റൈസ് ഉണ്ട്. ഞാൻ ചോദിക്കാൻ പറ്റില്ല എന്തൊക്കെ പ്രൊഡക്ട്സ് നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളിപ്പോ റൈസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഓൺ ബ്രാൻഡ് ഇന്ത്യൻ ടേസ്റ്റ് ആണ്. റൈസ് ചെയ്യുന്നുണ്ട്, ഫ്രൈഡ് സ്നാക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ മസാലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഫ്രോസണിലോട്ട് ഞങ്ങൾ കയറാൻ പോവാണ്. പിന്നെ പിക്കിള് ഓൺ ഗോയിങ് വരുന്നു. അങ്ങനെ ഓരോരോ ചവിട്ടുപടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ജിസ്നേനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ജെയ്സൺ എന്ത് ചെയ്തേനെ? ജിസ്നേനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇന്ത്യൻ ടേസ്റ്റ് തുടങ്ങത്തില്ല. തുടങ്ങും എന്നെങ്കിലും തുടങ്ങിയ. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് കോളേജിൽ നിന്നാണല്ലോ അന്ന്. ഫർഹാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാ. അപ്പോൾ മോട്ടിവേഷന് അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് എന്തെങ്കിലും ഞാൻ തുടങ്ങിയാണ്. പക്ഷെ അത് ചിലപ്പോ ഒരു 50 വയസ്സോ 55 വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ മാത്രം. റിട്ടയർമെന്റ് ലൈഫില് ചിലപ്പം തുടങ്ങുള്ളൂ. ഓക്കെ. ഇനി UK പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു? കാരണം പലപ്പോഴും UK എല്ലാവർക്കും വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒരു ട്രസ്റ്റ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ കടയിൽ പോയി എസ്പെഷ്യലി UK വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഇവർ കണ്ടിട്ടുള്ള ബ്രാൻഡാണോ, ഇവരിത് കേട്ടിട്ടുണ്ടോ, പരസ്യം കേട്ടിട്ടുണ്ടോ, ബ്രാൻഡ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ സീറോയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു കാര്യം ചെയ്തിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടേസ്റ്റ് UK എത്തുന്നതിന് മുന്നേ ഞാൻ UK ഉണ്ടല്ലോ, ഇന്ത്യൻ ടേസ്റ്റിൻ്റെ പേരിൽ ഇന്ത്യൻ ടേസ്റ്റ് ഫുഡ്സ് UK ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ഇന്ത്യൻ ടേസ്റ്റിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല, പക്ഷേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ട് നമ്മൾ ഹോം ഡെലിവറി ചെയ്യും, കൊറിയർ ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഇരിക്കുകയാണല്ലോ, വർക്കുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എഞ്ചിനീയറിംഗ് ജോലിയൊന്നും അല്ല, UK ചെന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു നോർമൽ ജോലി. അവസാനമായിട്ട് ഞാൻ ചെയ്ത ജോലി ബസ് ഡ്രൈവിംഗ് ആയിരുന്നു. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ് ഡ്രൈവിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിന് മുമ്പ് കെയർ ജോബ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിംഗ് ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്, പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് അന്നത്തെ ഓർഡേഴ്സ് എല്ലാം സോർട്ട് ചെയ്തിട്ട് ഞാൻ ഹോം ഡെലിവറി ചെയ്യും. അപ്പം ഇത് എനിക്ക് വേറൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൈസയ്ക്കോ അല്ല ചെയ്തത്. റീറ്റെയിൽ ബിസിനസ്സിൽ എക്സ്പേർട്ട് ആവാനോ അല്ല ഷോപ്പ് ഇടാനോ ഒന്നും അല്ല. ഇന്ത്യൻ ടേസ്റ്റ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടേസ്റ്റ് എന്തായാലും ഞാനിവിടെ എത്തിക്കും, കാരണം UK എത്തിക്കും, ബാക്കിയുള്ള കൺട്രീസ് എത്തും. അപ്പം അന്നേരം പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് കമ്പനി കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കണം ഇന്ത്യൻ ടേസ്റ്റ്. അപ്പം ഞങ്ങൾ ഓൺലൈനിലും ഫേസ്ബുക്കും ഇന്ത്യൻ നമ്മുടെ ജിസ്ന തന്നെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, വൈഫ് തന്നെ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. ഇന്ത്യൻ ടേസ്റ്റിന്റെ അഡ്വർടൈസ്മെന്റും എല്ലാം. പ്രൊഡക്റ്റ് എത്തുന്നതിന് ഒരു 6 മാസം മുന്നേ മുതലേ ഞങ്ങൾ മാർക്കറ്റിംഗ് തുടങ്ങി. പല രീതിയിൽ മാർക്കറ്റിംഗ് തുടങ്ങി. ഒന്നുമില്ല, വെറുതെ ഇന്ത്യൻ ടേസ്റ്റിന്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒക്കെ മേളിൽ കൂടെ വെറുതെ നടത്തും. ഇതൊക്കെയായിരുന്നു പരിപാടി.
നാട്ടില് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അവര് വെറുതെ കടയിലൊക്കെ ചെന്നിട്ട് ഇന്ത്യൻ ടേസ്റ്റ് ആ കടക്കാരൻ ചിന്തിക്കും ചോദിക്കണ്ടല്ലേ ഇത് ഏതാ ഇന്ത്യൻ ടേസ്റ്റ്. ചില ആൾക്കാര് ഓക്കെ അവര് വണ്ടി വന്നായിരുന്നു, അത് പുതിയ കമ്പനി അല്ലേ, ആ ചേട്ടാ നല്ല സാധനം എന്നൊക്കെ പറഞ്ഞ് അവര് തട്ടി വീടും. കൊള്ളാം, അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കടക്കാരെടുത്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ജെയ്സൺ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ല ജെയ്സ? അതെ, ഈ പറയുന്ന പോലെ ഒരു ചെറുകിട രീതിയിലൊക്കെ അത് വളർന്നു വരുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ഓൾ ഓവർ കേരളത്തിൽ കൊണ്ടുപോയി എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് കടയിൽ കയറി ഇന്ത്യൻ ടേസ്റ്റിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ, ഇന്ത്യൻ ടേസ്റ്റ് ഇതൊന്നും നടക്കത്തില്ല. ഞങ്ങളുടെ ഏരിയയില് അത് വർക്കൗട്ട് ആവും. അതായത് ഞങ്ങളുടെ ചെറിയ കമ്മ്യൂണിറ്റിയിൽ അത് വർക്കൗട്ടായി ആ സമയത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ചെയ്തത്. UK-യിലാണെങ്കിലും ഇത് തന്നെ. ഇന്ത്യൻ ടേസ്റ്റ് ഒരിക്കലും ഒരു ന്യൂ കമർ ആണെന്ന് ആൾക്കാരുടെ മുമ്പിൽ വരരുത്. അതിനുവേണ്ടി ഞങ്ങൾ അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്ന കാലം മുതലേ, UK ചെന്ന കാലം മുതലേ റീറ്റെയിലിൽ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഇതും, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പഠിക്കണം. എനിക്കിപ്പോൾ UK വരുന്ന ഏത് പ്രൊഡക്റ്റ്, ഏത് ഗ്രാം, എത്ര ഗ്രാമിന് വരുന്നുണ്ട്, എത്ര രൂപ റീറ്റെയിലിൽ അത് പോകും, എത്ര രൂപയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടും എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും എനിക്കറിയാം. കാരണം ഞാൻ ചെയ്ത് പഠിച്ചു. ഓരോ പ്രൊഡക്റ്റും ഞാൻ ചെയ്ത് പഠിച്ചു. ഇങ്ങനെ ബ്രാൻഡ് നല്ല സക്സസ്ഫുള്ളി പോണു, പ്രൊഡക്റ്റ് എത്തിയില്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നു. ലണ്ടൻ ബ്രിഡ്ജിലൂടെ ഇന്ത്യൻ ടേസ്റ്റിന്റെ ടീഷർട്ട് ഇട്ട് യുവാക്കൾ നടന്നു പോകുന്നു. ആൾക്കാരൊക്കെ പയ്യപ്പോ ഇത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈഫിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവും. എന്തായിരുന്നു അത്? അത് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പിച്ച് ചെയ്യുന്ന കൺട്രിയും UK ആണ്. അപ്പം എനിക്കറിയാവുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം സമ്മതിച്ചു. അതായത് അവര് എടുത്തോളാം, എൻ്റെ പ്രൊഡക്റ്റ് അവർ എടുത്തോളാം, എത്തിച്ചാൽ മാത്രം മതി, സൗത്താംപ്ടൺ പോർട്ട് മാത്രം എത്തിച്ചാൽ മതി, അതിനുള്ള ലൈസൻസ് അല്ല എൻ്റെ കയ്യിലുണ്ട് താനും, എത്തിച്ചാൽ മതി, ബാക്കി അവർ ഡീൽ ചെയ്തോളാം, അവർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ റേറ്റും ഞാനെല്ലാം ചെയ്തു. ആ സമയത്ത് എനിക്ക് അരിക്ക് കവറൊന്നും ഇല്ല. സ്നാക്സിനുണ്ട്, സ്നാക്സിന് ഞാൻ അപ്പോഴത്തേക്ക് പുതിയ കവേഴ്സ് എല്ലാം അടിച്ച് കുറച്ചുകൂടെ സൂപ്പറാക്കി കേട്ടോ. ഇപ്പം നല്ല എനിക്കിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അരിക്ക് ഒന്നും കവറില്ല, മസാലാസിനൊന്നും കവറില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഓർഡർ കിട്ടിയല്ലോ. 3.5 കൊല്ലം 4 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടൊരു ഓർഡർ കിട്ടി. സ്വപ്നം കണ്ട നിമിഷം വന്നു. അപ്പം അവിടുന്ന് ഇവിടുന്ന് എല്ലാം പൈസ ഉണ്ടാക്കി കവേഴ്സ് എല്ലാം അടിച്ച് ഏകദേശം 10,000 റൈസ് ബാഗ് അന്ന് അടിക്കണം. അതായത് മിനിമം ക്വാണ്ടിറ്റി, ഇതെല്ലാം MOQ വരുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ കവർ എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടം വന്നതാണ്. ഇതെല്ലാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര നമ്പേഴ്സ് അടിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അത് അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്ലെയിൻ കവേഴ്സ് ഒക്കെ കിട്ടും. നമുക്ക് പ്ലെയിൻ കവേഴ്സിനോട് എനിക്ക് താല്പര്യമാണ്. എനിക്ക് പ്രീമിയം ആയിട്ട് തന്നെ ഇറങ്ങാം. ഇന്ത്യൻ ടേസ്റ്റിന് ഒരു ഐഡന്റിറ്റി വേണം. അത് ആദ്യം മുതലേ എനിക്ക് ആഗ്രഹമുണ്ട്. റൈസ് ബാഗ് അടിച്ചു, മസാല ബോക്സ് അറൗണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ എക്സ്പോർട്ട് ലൈസൻസ് എല്ലാം എക്സ്പയർഡ് ആയി. ഇതെല്ലാം വീണ്ടും റിന്യൂ ചെയ്തു, ലൈസൻസ് എല്ലാം വീണ്ടും റിന്യൂ ചെയ്ത് പിന്നെ വേറെ കുറെ ലൈസൻസ് ഒക്കെ എടുക്കണം. ഇതെല്ലാം എടുപ്പിച്ചു. സത്യം പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ തൂത്തുവാരി ലോണും എടുത്തു. വീണ്ടും കുറച്ച് ലോൺ എടുത്ത് അമ്മയുടെ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു അതൊക്കെ പിന്നെ എടുത്ത് കൊടുക്കാം. സ്വർണ്ണമല്ലേ ആവശ്യത്തിന് അത് സ്വർണ്ണമെല്ലാം പിന്നെ സ്വർണ്ണമെല്ലാം കൂടി ഇട്ടോണ്ട് എവിടെ ഇറങ്ങി പോകാനാ? കള്ളമാരി വന്ന് എടുത്തോണ്ട് പോകാനോ? താഴെ എന്റെ മമ്മി ഇത് കേൾക്കുന്നുണ്ട്. അപ്പം സ്വർണ്ണമൊക്കെ വെച്ച് ലോൺ എടുത്ത് ഒരു അറൗണ്ട് 10 lakhs രൂപ പാക്കേജിങ്ങിന് മാത്രം കാണും. പാക്കേജിങ് ലൈസൻസിന് മാത്രം അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു. അരിക്ക് മാത്രം ആകി 4 ലക്ഷം രൂപയായി, അരിയുടെ കവറിന് മാത്രം, പൗച്ചിന് മാത്രം. പിന്നെ മസാല പാക്കറ്റ് ബോക്സ്, പിന്നെ സ്നാക്സിന്റെ കവർ എനിക്ക് കൂടുതൽ വേണമായിരുന്നു. കാരണം എക്സ്പോർട്ട് വലിയ ഓർഡർ അല്ലേ. അപ്പം അതിനുവേണ്ടി ഓർഡർ നമുക്ക് കിട്ടിയത്, ആദ്യത്തെ ഓർഡർ എനിക്ക് കിട്ടുന്നത് അറൗണ്ട് ഒരു 22 lakhs വരുന്ന ഒരു 40 foot കണ്ടെയ്നറിൽ റൈസും സ്നാക്സ്.
ഓക്കെ, 22 ലക്ഷം രൂപയുടെ ഓർഡറാണ് കിട്ടിയേക്കണേ. 10 ലക്ഷം രൂപ മുടക്കാനും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ 10 ലക്ഷം രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ റൈസിന്റെ ബാഗ് 10,000 ബാഗ് അടിച്ചാൽ നമ്മൾ അതിന്റെ അകത്ത് ആകെ 2,500 ബാഗ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാ, MOQ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. ഈ 2,500 ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,500ന്റെ 10 കിലോ എന്ന് പറഞ്ഞാൽ 25,000 കിലോ ആയി. പിന്നെ ഒരു 2,500-3,000 കിലോ മാക്സിമം നമുക്ക് ആ കണ്ടെയ്നർ കയറ്റാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ കാര്യം. ബാക്കി വീണ്ടും കിടക്കാണ്. ബാക്കി 7,500 ബാഗ് വീണ്ടും കിടക്കുക അടുത്തടുത്ത കണ്ടെയ്നർ. അത് അങ്ങനെയാണ്. അത് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി. ഞാൻ ഇപ്പം അരി ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ അല്ല, ഞാൻ എടുത്ത് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ കമ്പനിയുടെ തന്നെ വേറൊരു പാർട്ട്ണർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ജയ്സ പറ്റത്തില്ല, അന്ന് പറഞ്ഞ റേറ്റിലൊന്നും പറ്റത്തില്ല, 1 പൗണ്ട് കൂടെ കുറച്ചിട്ട് തരണമെന്ന് പറഞ്ഞു. റൈസ് തന്നെ 10 kg ബാഗിന് 1 പൗണ്ട് കുറച്ചിട്ട് തരണമെന്ന്. എനിക്ക് എത്ര വർക്കൗട്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ അകത്ത് ഒരു 5% മാർജിനൊക്കെ അരിയിൽ നിന്നൊക്കെ, അത് കൂടുതലൊന്നും കിട്ടത്തില്ല. പിന്നെ ആകെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇത്ര ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടൊരു 500 to 1000 പൗണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഈ കണ്ടെയ്നർ ഇവിടെ ഇറക്കാൻ. അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ എനിക്കത് ചെയ്യാം. എൻ്റെ ബ്രാൻഡ് UK എത്തണം എന്നുള്ള ആഗ്രഹിക്കുന്നത് വേണം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, അങ്ങനെങ്കിലും അങ്ങ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ എടുത്തിയാട്ടക്കാരി വൈഫ് കളത്തിലിറങ്ങി. പുള്ളിക്കാരിക്ക് പറ്റത്തില്ലല്ലോ, ഈഗോ. നടക്കൂല, ഡിസ്ട്രിബ്യൂഷൻ ഒന്നും വേണ്ട, സാധനം കയറ്റി അയച്ചോ നമ്മളിത് ഇറക്കിയിരിക്കും. ഭയങ്കര മോട്ടിവേഷനാ കേട്ടോ, ഭയങ്കര മോട്ടിവേഷനാ. എവിടൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് അറിയാം. പുള്ളിക്കാരി പറഞ്ഞ വേണ്ട, അവർക്ക് കൊടുക്കണ്ട, അങ്ങനെ നഷ്ടത്തിൽ ഇനി ഒന്നും ചെയ്യണ്ട, നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇന്ത്യൻ ടേസ്റ്റ് UK ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ. ഇന്ത്യൻ ടേസ്റ്റ് ഫുഡ്സ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന റീറ്റെയിൽ കമ്പനി ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് യുകെയിലെ. യുകെയുടെ പേര് വെച്ചിട്ട് എനിക്ക് ബഹ്റിനിൽ എൻക്വയറി കിട്ടി, GCC എൻക്വയറി ആയി. ഇപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മലയാളികളെല്ലാം എല്ലായിടത്തേക്ക് നമ്മൾ പയ്യെ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാനഡ ഉണ്ട്, US ഉണ്ട്, ജർമ്മനി ഉണ്ട്. അങ്ങനെ നീ കിട്ടും തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഓക്കെ. ജെയ്സൺ ഒരുപാട് റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞങ്ങളുടെ ആണെങ്കിൽ പോലും എന്താ പറയണേ, ജിസ്നെ ആണെങ്കിലും ജെയ്സൺ ആണെങ്കിലും ഒരു ചേട്ടൻ ചേച്ചി എന്നുള്ള രീതിയിൽ റെസ്പെക്ട് തന്ന് ഞങ്ങളും നിങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പുകളെ പോലെ ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ സ്റ്റോറിയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജിസ്ന എന്നൊക്കെ UK വരുന്നുണ്ട് അന്നൊക്കെ ഉണ്ടാകും ഒരു സ്റ്റോറി. അതെ. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പിന് നമ്മുടെയൊക്കെ ലൈഫിൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ജെയ്സൺ? ഞാനെപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാവരുമായിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഈ ജെയ്സൺ തന്നെയാണ് ഈ ഇന്ത്യൻ ടേസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇന്ത്യൻ ടേസ്റ്റ് എങ്ങും എത്തത്തില്ലായിരുന്നു. ഒരു പേരായിട്ട് ഒതുങ്ങത്തേ ഉള്ളായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ എൻട്രി കഴിഞ്ഞാണ് ഇതൊന്ന് ഇന്ത്യൻ ടേസ്റ്റ് ഒന്ന് ഡെവലപ്പായി ഒരു ട്രാക്കിലെത്തുന്നത്. പിന്നെ ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാക്കിയ സമയമാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ട് ക്യാൻസൽ ആവുന്ന. ആ സമയത്താണ് വൈഫിന് എൻട്രി ചെയ്തിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്, ഭയങ്കര കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുള്ള തുടങ്ങാനേ കാരണം ഫ്രണ്ട്സാണ്. പിന്നെ എപ്പോഴും ഇപ്പോഴും എൻ്റെ കൂട്ടുകാർ ഒന്നും പ്രതീക്ഷിച്ചല്ല, നാട്ടിലുള്ളവരാണ് പോലും എനിക്കൊരു സെയിൽസ് പിടിക്കാനും ഒക്കെ ഇറങ്ങും. എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗണിലും ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ഒരു അപ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൈയടിക്കാൻ കുറച്ച് പേരുണ്ടാവും, പക്ഷേ ഒരു ഡൗൺ ഉണ്ടാകുമ്പോഴും നമ്മുടെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യം തന്നെ. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും ഞങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ലൈഫിൽ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, നമ്മള് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെ പോയാലും പട്ടിണി ഇല്ലാതെ കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റൂം കിട്ടിയില്ലേ നമുക്ക് പോകാൻ ഒരു വീടുണ്ടാകും, നമ്മള് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനും നമ്മൾ കരയുമ്പോൾ പോട്ടെ സാരില്ല നമുക്ക് സെറ്റാക്കാന്ന് പറയാനും ഉണ്ടാകുന്ന കുറെ റിലേഷൻഷിപ്പ്.
പണത്തിനേക്കാളും നമ്മളുണ്ടാക്കിയിരിക്കുന്ന ബ്രാൻഡിനേക്കാളും ഒക്കെ വലുത് ചിലപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും. അതുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ? തീർച്ചയായും. ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആണ്. ജിസ്നയോട് ചോദിച്ചപ്പോൾ ജിസ്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജെയ്സന്റെ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ച് പ്രൗഡ് മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് ആദ്യം ഇവിടുന്ന് ഷിപ്പ് കയറുമ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹം, ആ മെനഞ്ഞുണ്ടാക്കിയ ആഗ്രഹങ്ങളെല്ലാം കൂടെ ഒന്ന് സബലീകരിച്ച് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ആർക്കും അതൊരു വലിയ സംഭവമാകത്തില്ല, പക്ഷേ എനിക്കത് എനിക്കും എന്നെ ഈ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കെല്ലാം അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഒരു ദിവസം എവിടെയോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞു, കൊച്ചുമിടുക്കനാ അവൻ, ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഇത്രയൊക്കെ പൊക്കിക്കൊണ്ട് വന്നില്ലേ, ഒരു കമ്പനി പൊക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടിക്കകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അതും പറയുന്നത് നമ്മുടെ അമ്മയാണ്. അതെ, പറയുന്നത് മമ്മിയാ. ഇതൊക്കെ കേട്ടപ്പോ ഒരു പ്രമോശമല്ല, എഞ്ചിനീയറിംഗ് ഞാൻ 6 വർഷം എടുത്തെങ്കിലും പ്രമോശമല്ല. അതേപോലെ വേറൊരു നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അന്ന് എന്നെ റിജക്റ്റ് ചെയ്ത ആൾക്കൊരു ബ്രാൻഡൊക്കെ ഉണ്ട്. ആളുടെ ബ്രാൻഡിന്റെ അടുത്ത് തന്നെ എൻ്റെ ബ്രാൻഡ് ഇപ്പം UK സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. ഓ, അടിപൊളി. അവരും അത് കാണുന്നുണ്ട്, ഞാനും അത്. അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പൊ ഒക്കെ നമുക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. ചെന്നിട്ട് നമ്മുടെ പാക്കറ്റുകളും നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് തലോടി അടിക്കെല്ലാം വെച്ച്. അല്ല, തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. അതെ, ഒരു സ്പിരിറ്റ് വേണം, ഒരു വിഷൻ വേണം, പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, നല്ലോണം വർക്ക് ചെയ്യണം, നല്ലതുപോലെ വർക്ക് ചെയ്യണം, എന്നാലേ നടക്കുകയുള്ളൂ. അല്ലാതെ ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്നെയാണെങ്കിലും വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ജെയ്സൺ പറഞ്ഞ പോലെ ജെയ്സന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. പക്ഷെ ഇനി മുന്നോട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ ടേസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ടേസ്റ്റ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഫോർച്യൂ വെസ്റ്റിന്റെയും ഇന്ത്യൻ ടേസ്റ്റിന്റെയും കൂടെ, അല്ലെങ്കിൽ ജെയ്സന്റെയും ജിസ്നയുടെയും ഒപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. കൈ ചേർത്ത് നമ്മളിപ്പോൾ ഒരുമിച്ചാണ് വളരുന്നത്. അപ്പം ആ യാത്ര ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ലൈഫിൽ എവിടെയൊക്കെ എത്തിയാലും ഈ പറയുന്ന റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുത്തത് കൊണ്ട് തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വളരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ നമുക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്താം. ഓക്കെ, എന്റെ ബ്രദറും വരും. അപ്പൊ നമുക്ക് 3 പേരെയും കൂടെ ഒരുമിച്ചിരുത്തി നല്ലൊരു എപ്പിസോഡ് നമുക്ക് ഒന്നോടെ ഷൂട്ട് ചെയ്യാം. അപ്പത്തേക്കും നമ്മൾ ലോക മാർക്കറ്റ് കീഴടക്കിയിരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ ജെയ്സൺ. ഇപ്പം നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നും, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ അതിൻ്റെ ഒരു സ്പിരിറ്റ് വേറെയാണെന്നും നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് ലോക മാർക്കറ്റിൽ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളെങ്കിലും ഒരു 5 വർഷങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ലോകത്തിന്റെ എല്ലായിടത്തും കിട്ടുന്ന മലയാളി അഭിമാനത്തോടെ പറയുന്നൊരു ബ്രാൻഡ് ആയിരിക്കുമെന്ന് ആ ഒരു വിഷനോട് കൂടി തന്നെയാണ് ജെയ്സണും ജെയ്സന്റെ ബ്രദറും ആ ഒരു എൻറ്റയർ ടീം വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. UK-ലും അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസിലൊക്കെ ഇന്ത്യൻ ടേസ്റ്റ് കാണുമ്പോൾ ഇത് നമ്മുടെ പത്തനംതിട്ടക്കാരുടെ കൊച്ചിൻ്റെ ആണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്കത് മേടിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതേ ക്വാളിറ്റിയോടുകൂടി തന്നെ ജെയ്സന് എല്ലാ കാലങ്ങളിലും ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്.